ഐശ്വര്യ, ഇന്ന് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള വിധി വരുന്ന ദിവസമാണ്. മുൻകൂർ ജാമ്യത്തിന് അദ്ദേഹം പേപ്പറുകൾ അദ്ദേഹത്തിൻ്റെ വെർഷൻ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ആ പേപ്പർ ഇന്ന് വരികയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് തുടക്കത്തിലൊക്കെ തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്നൊരു കേസും കൂടെ വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് എത്രത്തോളം സാധ്യത ഉണ്ടാകുന്ന രണ്ടാമത്തെ കാര്യം. എന്നിരിക്കലും ആദ്യത്തെ കേസിനെ സംബന്ധിച്ച് ജാമ്യം കിട്ടുന്നതിൽ ഈ മറ്റുള്ളവരൊക്കെ പറയുന്ന പോലെ ഒരു സാധ്യത കൽപ്പിച്ചിരുന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഉറപ്പായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫസ്റ്റ് കേസ് പുറത്ത് വരുമ്പോൾ ഇത്രയും നാൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇരയില്ല അല്ലെങ്കിൽ പരാതിക്കാരി ഇല്ല എന്നുള്ളതായിരുന്നു. പരാതിക്കാരി ഇലക്ഷൻ ടൈമോട് കൂടി പരാതിക്കാരി പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ പരാതിക്കാരിയെ പറ്റിയിട്ട് പല വാർത്തകളും അഡ്വക്കേറ്റ് ദീപ ഉൾപ്പെടെയുള്ളവർ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ പേരിൽ ഇപ്പോൾ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു മനുഷ്യനകത്ത് കിടക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു വേട്ടയാടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴും നിരാഹാര സത്യാഗ്രഹം തുടരുന്നു എന്നൊക്കെ അറിയുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ പരാതിക്കാരി വിവാഹിതയാണ്. വിവാഹിതയെ എങ്ങനെ വിവാഹം കഴിക്കും എന്നുള്ള ചോദ്യമാണ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. വിവാഹിതയായ ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി എങ്ങനെ വിവാഹം കഴിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വിവാഹിതയല്ല, ഡിവോഴ്സിയാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. ഇരയുടെ പേര് വെളിപ്പെടുത്തുന്ന രീതിയിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ പുതിയൊരു പരാതി കൂടി ചേട്ടൻ പറഞ്ഞതുപോലെ വന്നിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇപ്പോഴത്തെ ജാമ്യത്തിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആദ്യത്തെ ഒരു കേസ് മാത്രം എടുത്തു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സുപ്രീം കോടതിയുടെ കുറച്ച് നല്ല വിലയിരുത്തലുകൾ മേ ബി രാഹുലിന് സഹായകമായി വന്നേക്കും എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റും. അതായത് വിവാഹിതയായ ഒരു സ്ത്രീ മറ്റൊരു പുരുഷനുമായിട്ട് എല്ലാ താല്പര്യപ്രകാരവും അതെ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ റേപ്പായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതൊരു ഫേക്ക് കേസായിട്ട് വേണം കണക്കാക്കാൻ എന്നാണ് സുപ്രീം കോടതിയുടെ ഈ റീസെൻ്റ് ആയിട്ടുള്ള വിധിന്യായങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. 2004, 2025 ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് നമ്മുടെ സുപ്രീം കോടതി. അപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു കേസിൽ ഏത് രീതിയിലേക്ക് പോകും, ജാമ്യം കിട്ടും എന്നുള്ളൊരു 95% നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രീതി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പുതിയൊരു കേസ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ വിവാഹിതയായ സ്ത്രീ അല്ലെങ്കിൽ പോലും കൺസെൻഷ്യൽ സെക്ഷൽ റിലേഷൻഷിപ്പിനെ ഒരിക്കലും റേപ്പായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഒരുപാട് വിധിന്യായങ്ങൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഇപ്പോൾ വിവാഹിതയായ സ്ത്രീ അല്ലെങ്കിൽ മാരീഡ് അല്ലെങ്കിൽ പോലും പരാതികൾ സ്വയം സബ്സിസ്റ്റിംഗ് ആണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ 2025 ജൂണിൽ തന്നെ പ്രസിദ്ധമായിട്ടൊരു വിധി സുപ്രീം കോടതിയുടെ വന്നിരുന്നു. അതായത് പ്രോമിസ് ഓഫ് മാരേജ് അല്ലെങ്കിൽ കൺസെഷണൽ സെക്സ് എന്ന് പറയുന്നത്, അതായത് വിവാഹം നിലനിൽക്കുമ്പോൾ തന്നെ നടക്കുന്നതാണെങ്കിൽ അതിന് റേപ്പ് FIRന്റെ അടിസ്ഥാനം ആക്കരുത് എന്നുള്ളതാണ്. റേപ്പ് എന്ന് പറയുന്ന FIRൽ വരാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ റീസെൻറ്റ് ജഡ്ജ്മെൻറ്റ് കുറച്ച് വേറെ കൂടി നോക്കുമ്പോൾ ഫോൾസ് പ്രോമിസ് ഓഫ് മാരേജ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കുമ്പോൾ കൃത്യമായിട്ടും അതിൽ പറഞ്ഞിട്ടുണ്ട്. 2024-25 കാലഘട്ടത്തിലെ കുറച്ച് വിധിന്യായങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇതിൽ നവംബർ 24, 2025 മീൻസ് ഈ കഴിഞ്ഞ മാസം ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ സമദാൻ വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് അതേഴ്സ് വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു കൺസെൻഡിങ് ആൾട്ടായിട്ട് ബന്ധം, അതായത് പിന്നീട് ബ്രേക്കപ്പോ അല്ലെങ്കിൽ മാരേജൽ പ്രോമിസ് ഫെയിൽ ആവുമോ ഒക്കെ ചെയ്തിട്ടുള്ളൊരു കേസാണ് എന്നുണ്ടെങ്കിൽ അതിനെ റേപ്പ് കേസായിട്ട് ഒരിക്കലും ഫയൽ ചെയ്യാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. എ ബ്രേക്കപ്പ് ഓഫ് കൺസെൻഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു അഡൾട്ട് കനോട്ട് ബി ട്രീറ്റഡ് ആസ് എ ക്രിമിനൽ ഒഫൻസ് ടു ഇൻവോക്ക് റേപ്പ് ചാർജസ്. കൃത്യമായിട്ടും ആ വിധിന്യായത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടത്. അത് വിവാഹിതയായൊരു സ്ത്രീയുടെ കാര്യമാണ്. അല്ലാണ്ട് തന്നെ നോക്കിയാൽ സെയിം കോർട്ട് തന്നെ അല്ലാണ്ടും പറഞ്ഞിട്ടുണ്ട്. ഒരു കൺസെൻഡിങ് സെക്സ് ആൻഡ് റേപ്പ്, കൺസെൻഡിങ് സെക്സും റേപ്പും എൻറ്റയർലി ഡിഫറൻ്റ് ആണെന്ന് 2025 തന്നെയുള്ളൊരു വിധിന്യായത്തിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അത് വിവാഹിതയായ സ്ത്രീയുടെ കാര്യത്തിലല്ല. അല്ലെങ്കിൽ പോലും കൺസെൻഡിങ് സെക്സും റേപ്പും ഡിഫറൻ്റ് ആണെന്ന് കൃത്യമായിട്ടും പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ്, ഒരു ഹാർട്ട് ബ്രേക്ക് കനോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു ക്രിമിനൽ റേപ്പ് ചാർജസ് ആബ്സെൻറ്റ് ഒരു മിസ്ഇൻറ്റർപ്രഷൻ അങ്ങനെ വന്നിട്ടുള്ളൊരു കാര്യത്തിൽ ഒരിക്കലും അത് പറയാൻ പാടില്ല. റേപ്പും കൺസെൻറ്റ് സെക്സും വേറെയാണ്. അത് നമ്മൾ ആദ്യം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വിഷയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ 2 വിധിന്യായങ്ങൾ ഈ റീസെൻറ്റ് ടൈമിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഏപ്രിൽ 7 വന്നിരിക്കുന്ന ജസ്പാൽ സിംഗ് കൗറൽ വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് NCT, ഡൽഹി promises to marry but breach of the promise does not automatically amount to rape under IPC 376 unless it proves that the promise was false from the very beginning. ആദ്യം മുതൽ തന്നെ അയാൾ വിവാഹ വാഗ്ദാനം
ഫോൾസ് ആയിട്ടുള്ളതാണ് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ അതിനെ വിവാഹ വാഗ്ദാനം ബ്രീച്ച് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം അതിനെയും റേപ്പായിട്ട് കൂട്ടാൻ പറ്റില്ല എന്നുള്ളത് ജൂൺ 7-നോ ഏപ്രിൽ 7-ാം തീയതിയിലത്തെ വിധിയിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട്. അതുപോലത്തെ ഒരുപാട് കേസസ് വരുന്നുണ്ട്. ബോംബെ ഹൈക്കോർട്ടിൻ്റെ വിധിയിലുണ്ട്, സുപ്രീം കോടതി വിധിയിലുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും അങ്ങനെ കൺസേൺഡോട് കൂടി ചെയ്ത് അതിപ്പോൾ വിവാഹിതയാണെങ്കിലും അല്ലെങ്കിലും പരാതിക്കാരി വിവാഹിതയാണ് എന്നുള്ളൊരു ആരോപണമായിരുന്നു രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെയാണെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും കൺസെൻറ്റിങ് സെക്സും റേപ്പും തമ്മിൽ എൻറ്റയർലി ഡിഫറൻ്റ് ആണെന്ന് സുപ്രീം കോടതി അടിവരയിട്ട് പറഞ്ഞുറപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിൽ ആ കോടതി വിധികളുടെ ഒരു പകർപ്പെടുത്ത് നോക്കി ഈ ഒരു കേസ് കൃത്യമായിട്ടും ഫ്രെയിം ചെയ്ത് വാദിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആദ്യത്തെ കേസിൽ അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ കേസ് ഇപ്പോൾ വന്നിരിക്കുന്നത് അവരെ ഇപ്പോൾ നമ്മുടെ ഫെനീൻ നൈനാൻ അദ്ദേഹം അത് നിരസിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം കേസ് ഇന്ന് തന്നെ ഫയൽ ചെയ്യുമെന്നും പറയുന്നുണ്ട്. പക്ഷേ അതൊരു സംശയം നമുക്കുണ്ടാവുന്നത്, അങ്ങനെ ഒരു പെൺകുട്ടി ഇത്രയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ഫേക്ക് കഥ ഉണ്ടാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ക്രൈംബ്രാഞ്ച് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചതാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉണ്ടോ എന്നിങ്ങനെ പോലീസ് ചോദിച്ചടക്കുന്ന സമയത്ത് കിട്ടിയൊരു പരാതിയും കൂടെയാണ്. അതിൽ വന്നൊരു പരാതിയാണ്. ഇത് ഇരകളെ കണ്ടുപിടിക്കാനുള്ള ഒരു ഓട്ടം കുറേ ആയിരുന്നല്ലോ. അതിന്റെ ഒരു ഇര തന്നെ അങ്ങനത്തെ അവരുടെ ഓട്ടത്തിൽ ഇരയായ ഒരാളാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്താണ് ശ്രീനാദേവിയുടെ കാര്യം. അതുപോലെ ഇരയുണ്ടോ എന്ന് ചോദിച്ച് വീട്ടിലേക്ക് വിളിച്ചിട്ട് നീ ഇരയാണോ എന്ന് ചോദിച്ച് കണ്ടുപിടിക്കാൻ നടന്ന ആൾക്കാർക്ക് ഇപ്പൊ കിട്ടിയ ഇര ജെനുവിൻ ആണെങ്കിലും പൊളിറ്റിക്കലി ഉള്ള ഒരു ആയുധം തന്നെയാണ്. പക്ഷെ ഇതിനൊരിക്കലും പൊളിറ്റിക്കലി എടുക്കരുതെന്നുള്ളതാണ്. മീൻസ് പീഡനം എന്ന് പറയുന്നത് ആ ഒരു വേർഡിനെ നമ്മൾ ഭയങ്കരമായിട്ട് വേറെ രീതിയിലാവുന്നുണ്ട് ഇപ്പോൾ ഈ കൺസെൻറ്റിങ് സെക്സിന്. പക്ഷെ അവരുടെ പാർട്ടി തന്നെ, കോൺഗ്രസ് പാർട്ടി തന്നെ അതൊരു വ്യക്തിപരമായ കാര്യമാണ് എന്ന് തന്നെ പറഞ്ഞ് ഒഴിയുകയാണ്. ഇനിയിപ്പോൾ രാഹുലിനെ പാർട്ടി കൈ ഒഴിയുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ അത്യാവശ്യം കോഴിത്തരങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് ചാറ്റുകൾ. അതിനൊന്നും ഒരിക്കലും നമ്മൾ ന്യായീകരിക്കുന്നില്ല. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിനകത്ത് വേറൊരു കാര്യം കൂടെ നമുക്ക് പറയാം, എന്നിട്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. അതായത് ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. ഇപ്പോൾ രാഹുൽ ഈശ്വർ ജയിലിലായിരിക്കുന്ന അവസരത്തിൽ, ജാമ്യം കിട്ടാതിരിക്കുന്ന അവസരത്തിലാണ് ഈ പുതിയൊരു ഇര, അതായത് പുതിയൊരു പെൺകുട്ടി തനിക്കെതിരെ ഇങ്ങനെ അത് വളരെ മൃഗീയമായ രീതിയിലൊക്കെ പെരുമാറി എന്നും പറഞ്ഞ ആരോപണം വരുമ്പോൾ തീർച്ചയായിട്ടും ഈ രാഹുൽ പുറത്തായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെയും പിന്നെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ച് അത് അങ്ങനെയാണെന്ന് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ആ കുട്ടിക്കെതിരെയും പോകില്ല എന്ന് ആര് കണ്ടു? അല്ല, രാഹുൽ ഈശ്വർ അയാള് കൂടുതൽ പറഞ്ഞോ അല്ലെങ്കിൽ ഇരയെ അപമാനിച്ചോ എന്നുള്ളതിലേക്കൊന്നും പോകുമ്പോഴും അയാൾ പീഡനത്തിന് ന്യായീകരിക്കുക അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യുക അല്ല അയാൾ ചെയ്തിരിക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണലി ഉള്ള ഒപ്പീനിയൻ. അദ്ദേഹം പറയുന്നത് ഫോൾസ് കേസുകൾ കൊടുക്കുന്നവർക്കെതിരെ അല്ലെങ്കിൽ ഇങ്ങനെ പീഡനത്തിന് വേറെ രീതിയിലാക്കുന്നവർക്കെതിരെയാണ് അദ്ദേഹം സംസാരിച്ചതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ല, അതായത് നമ്മൾ ഈ പുരുഷന്മാരെ ട്രാപ്പിൽപ്പെടുത്തുന്ന രീതിയിൽ സ്ത്രീകൾ കഥകൾ ഉണ്ടാക്കുന്നതിനെ വാഗ്ദാനം എന്ന് പറയുന്നത് തന്നെ എൻ്റയർലി ഡിഫറെൻ്റ് ആണല്ലോ. ഇപ്പോൾ സിനിമ നടിയാക്കാം എന്ന് പറഞ്ഞ് സിനിമയിൽ നായിക വാഗ്ദാനം ചെയ്തിട്ട് ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ പീഡിപ്പിച്ചു, കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പീഡിപ്പിച്ചു, ഇതൊക്കെ എങ്ങനെയാണ് പീഡനാവുന്നത്? വാഗ്ദാനം ചെയ്ത സാധനം നടത്തി കൊടുത്തിരുന്നെങ്കിൽ അത് പീഡനമല്ല. മീൻസ് ഭാര്യയാക്കാന്ന് പറഞ്ഞു, ഭാര്യയാക്കി, അപ്പോൾ പീഡനമല്ല. അല്ലെങ്കിൽ നായികയാക്കാന്ന് പറഞ്ഞു, നായികയാക്കി ഒരു സിനിമയിൽ ചാൻസ് കൊടുത്തു, അപ്പോൾ അത് പീഡനമല്ല. അപ്പോൾ അല്ലാത്ത സാഹചര്യങ്ങളിൽ മാത്രം അത് പീഡനമാകുന്നു എന്നുണ്ടെങ്കിൽ അത് പീഡനമല്ല, അത് വിശ്വാസവഞ്ചനയാണ്. അത് സത്യമാണ്, വിശ്വാസവഞ്ചനയാണ്. നായികയാക്കാന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചു, അത് ഓക്കെ. അല്ലെങ്കിൽ നായികയാക്കിയാൽ അത് പീഡനമല്ല, നായികയാക്കിയില്ലെങ്കിൽ പീഡനമാണ്. അതിന് പീഡനം എന്ന് പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യം. ഏതായാലും നമുക്ക് ഏതാനും മണിക്കൂറുകൾക്ക് തന്നെ അറിയാം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുമോ, തുടർ നടപടികൾ എന്ത് എന്നുള്ളത്. ഇന്ന് വേറെയും വാർത്താ പ്രാധാന്യം വളരെയധികം ഉള്ളൊരു ദിവസമാണ്. കോടതിയിൽ ഇന്ന് SIT അന്വേഷണ സംഘം ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഇടക്കാല റിപ്പോർട്ട് കൊടുക്കുകയാണ്. അവരുടെ റിപ്പോർട്ട് ഇടക്കാലമല്ല, ഇപ്പോൾ അന്തിമമായിട്ടില്ല, എന്നാലും ആ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വിധി വരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നിൽക്കുമ്പോൾ സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യാൻ വിളിച്ചതിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചർച്ച ചെയ്തില്ല എന്നുണ്ടെങ്കിൽ CPM എന്ന് ആരെയും വിടില്ല എന്ന് പറഞ്ഞ സഖാക്കളാണ്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ച പാടില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മാത്രമേ ചർച്ച ചെയ്യാൻ പാടുള്ളൂ എന്ന് മാധ്യമപ്രവർത്തകരോട് കൽപ്പിച്ചത് കൃത്യമായിട്ട് നിഷ പുരുഷോത്തമൻ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനിടയിൽ ഈ സ്വർണ്ണക്കൊള്ള SITയുടെ സംഭവങ്ങളൊന്നും പൊങ്ങി വരാണ്ടിരിക്കാൻ എന്തായാലും അങ്ങനെയാണെങ്കിൽ CPM നേതാക്കളെ പോലും വിടില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്ത് ചർച്ച ചെയ്യണം മാധ്യമങ്ങൾ എന്നുള്ളത് പോലും തീരുമാനിക്കുന്നത് CPM ആണ്. അപ്പോൾ ഇന്നത്തെ വിഷയം ഏറ്റവും മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം.